നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തലയുടെ വലിപ്പത്തിൻ്റെ എത്രയോ ഇരട്ടിയുള്ള ഇരയെ വരെ പൈത്തൺ അല്ലെങ്കിൽ പെരുമ്പാമ്പുകൾക്ക് അനായാസം അകത്താക്കാൻ സാധിക്കുമെന്നത്. എന്നാൽ ഇരയെ ആദ്യം അവ എങ്ങനെ പിടിക്കുന്നു എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ക്ഷമയോടെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം പതിയിരുന്ന് ഇരയെ പിടിക്കുന്നവരാണ് പെരുമ്പാമ്പുകൾ. തൻ്റെ ഇര ഒരു സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിൽ, മനുഷ്യഭാഷയിൽ പറഞ്ഞാൽ കയ്യകലത്തിൽ എത്തുന്നതുവരെ ഒളിഞ്ഞിരിക്കുന്ന ഇവർ ഇര സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ ആഞ്ഞു കുത്തുന്നു. പല ജീവികളുടെയും നോർമൽ റിഫ്ലക്സിന്റെ എത്രയോ ഇരട്ടി വേഗത്തിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകൾ കൊണ്ടാകും ഇവയുടെ സ്ട്രൈക്കിംഗ് നടക്കുക. ഇതിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യം ഇവരുടെ സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസ് തന്നെയാണ്. 20 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിന് 10 അടി അകലെയുള്ള ഇരയെ വരെ ഇത്തരത്തിൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അതും ചില ഇനങ്ങൾക്ക് അവയുടെ ഹീറ്റ് സെൻസിംഗ് പിറ്റ്സ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ പോലും 1 മീറ്റർ അകലെയുള്ള വാം ബ്ലഡഡ് ആയിട്ടുള്ള ഇരകളെ തിരിച്ചറിഞ്ഞ് അറ്റാക്ക് ചെയ്യാനാകും. ഇത്തരത്തിൽ ഞൊടിയിടയിൽ കൃത്യമായി ഇരയെ കടിക്കുമ്പോൾ അകത്തോട്ട് വളഞ്ഞ പല്ലുകൾ കൊളുത്തുപോലെ ഇരയുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി വഴുതിപ്പോകാത്ത ഒരു സ്ട്രോങ് ഗ്രിപ്പ് പാമ്പിന് ലഭിക്കുന്നു. അതോടെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പാമ്പ് കോയിൽ രൂപത്തിൽ ഇരയെ ചുറ്റി വരിയും. ഇര ഓരോ പ്രാവശ്യം ശ്വാസം വിടുന്നതിനനുസരിച്ച് പാമ്പ് വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരിക്കും. അവസാനം ശ്വാസം എടുക്കാനാവാതെ ഇര അബോധാവസ്ഥയിലോ ചാവുകയോ ചെയ്തതിനു ശേഷമാകും വിഴുങ്ങാൻ ആരംഭിക്കുക. ഇരയുടെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ 2-3 മണിക്കൂറുകൾ തന്നെ പൂർണ്ണമായി വിഴുങ്ങാൻ വേണ്ടിവരും. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ടുള്ള ഡൈജഷൻ പ്രോസസ്സാണ് പെരുമ്പാമ്പുകൾക്കുള്ളത്. സമാനമായി എക്സ്ട്രീംലി സ്ലോ മെറ്റബോളിസവും ഉള്ള അവയ്ക്ക് വലിയൊരു ഇരയെ അകത്താക്കി കഴിഞ്ഞാൽ 2 മാസത്തേക്കെങ്കിലും മറ്റ് ആഹാരങ്ങളൊന്നുമില്ലാതെ അതിജീവിക്കാൻ കഴിയും. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഓസ്ട്രേലിയയിലെയും മഴക്കാടുകൾ മുതൽ ഗ്രാസ്ലാൻഡുകൾ വരെയുള്ള വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളിൽ ഇവയെ കണ്ടുവരുന്നുണ്ട്.